എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ പോണത് നമുക്ക് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു 500 രൂപയ്ക്ക് ഉള്ളിൽ നമ്മുടെ വീട്ടിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് ഐഡിയ ആണ്. അപ്പോൾ വുമൻ ഫ്രണ്ട്ലി ബിസിനസ് ആണ്. നമുക്ക് വീട്ടിലിരുന്നിട്ട് നമ്മുടെ ടൈമിനനുസരിച്ചിട്ട് ചെയ്യാം. അതെന്ത് ബിസിനസ് ആണെന്നല്ലേ? എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കുറച്ച് പേർക്ക് അറിയാം, ഫുഡ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഫുഡ് ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും ഇപ്പോൾ സമയപരിമിതി മൂലം ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ളവരുണ്ട്, വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഹോട്ടൽസിനെയൊക്കെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ ഹോട്ടൽസിലൊക്കെ നമ്മുടെ നീറ്റ് അല്ലാത്തതും അതുപോലെ തന്നെ പഴകിയതുമായ ഭക്ഷണങ്ങൾ പിടിക്കുന്നു, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ നല്ല വൃത്തിയുള്ള ഭക്ഷണം നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന് ഒത്തിരി ആവശ്യക്കാരുണ്ടാവും. അപ്പോൾ ഒരുപാട് രീതിയിൽ നമുക്ക് ഫുഡ് ബിസിനസ് തുടങ്ങാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് തന്നെ ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീട്ടിൽ വലിയ മെഷീൻസ് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ അടുപ്പിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനീഷ്യൽ സ്റ്റേജൊക്കെ അങ്ങനെ മതി. അതാകുമ്പോൾ നമുക്ക് വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നില്ല, മുതൽ മുടക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 500 രൂപയ്ക്കുള്ളിലൊക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അച്ചാർ മാത്രമല്ല, നമുക്ക് സ്നാക്സിൽ ഇഷ്ടമുള്ളവരുണ്ടാവും, കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, അതല്ല ചോറ്, ബിരിയാണി, അങ്ങനെ ഓരോരോ ആൾക്കാർക്കും ഓരോരോ ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ബിസിനസ് തുടങ്ങുമ്പോഴും ആദ്യം ഡിസിഷൻ എടുക്കാം കേട്ടോ, ഏത് ബിസിനസ്സിലോട്ടാണ് നിങ്ങൾ പോണേന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ബിസിനസ് ആണെങ്കിലും അതിനെ പറ്റിയിട്ട് ആദ്യം ഒന്ന് മാർക്കറ്റിൽ സ്റ്റഡി ചെയ്യുക, ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രം അതിലോട്ട് ഇറങ്ങാം. ഒന്നും അറിയാതെ പോയിട്ട് ഈ ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് ഒരു കാര്യമില്ലല്ലോ. കാരണം നമ്മൾ തുടങ്ങുന്നതിനെ പറ്റിയിട്ട് അത്യാവശ്യം നോളജ് നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു ഫുഡ് ബിസിനസ് തുടങ്ങും? അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് തുടങ്ങുന്നതിന് എന്തൊക്കെ ലൈസൻസ് വേണം? ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മൾ തുടങ്ങുന്ന ഒരു ബിസിനസ് അതിനനുസരിച്ചിട്ടായിരിക്കും, ഏത് ഫുഡാണെന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും, അതും എവിടെ തുടങ്ങുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും ലൈസൻസ് വേണ്ടേ. അപ്പോൾ മെയിനായിട്ടും ഫസ്റ്റ് വേണ്ട FSSAI ആണ്. അപ്പോൾ ഫുഡിന് എന്തായാലും ആ ഒരു ലൈസൻസ് വേണം. അത് നമ്മൾ ത്രൂ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ഈ ലൈസൻസ് എടുക്കുക. അതിനുശേഷം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ, അപ്പോൾ അച്ചാറാണെങ്കിലും സ്നാക്സ് ആണെങ്കിലും വേറെ എന്ത് ഫുഡാണെങ്കിലും വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫുഡിനാണെങ്കിലും ഓഫ്ലൈനായിട്ടൊക്കെ ചെയ്യുക. പോസ്റ്ററൊക്കെ അടിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാൻ പറയാം. ഇപ്പോഴാണെങ്കിൽ ബിസിനസ് ചെയ്യുമ്പോൾ എല്ലാവരും ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് ചെയ്യണേ. പക്ഷേ ഫുഡിനാകുമ്പോൾ ഓഫ്ലൈനും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും നല്ല രീതിയിൽ രണ്ടും ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നതും അതുപോലെ പാക്ക് ചെയ്യുന്നതൊക്കെ നല്ല വൃത്തിയിൽ നല്ല നീറ്റായിരിക്കണം. നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, അതിലൂടെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് അങ്ങനെയൊക്കെ പ്രൊഫഷണൽ രീതിയിൽ കാണിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആൾക്കാരുണ്ടാവും നമ്മുടെ ഫുഡിന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ഒത്തിരി പേർക്ക് ഇങ്ങനെ ഫുഡ് വാങ്ങിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ അത് വൃത്തിയുള്ളതായിരിക്കുമോ, നല്ല വൃത്തി കുക്ക് ചെയ്യുമോ, നല്ല സ്ഥലത്തായിരിക്കുമോ കുക്ക് ചെയ്യണേ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവോ, പണി കിട്ടുമോ, അങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ്. അപ്പം നമ്മൾ കുക്ക് ചെയ്യുന്നത് നല്ല ഗ്ലൗസ് ഒക്കെ ഇട്ട് പ്രൊഫഷണൽ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ പ്രൊഡക്ട്സിന് ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ കിച്ചണൊക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കുക. പിന്നെ നമ്മുടെ ഫുഡ് ടേസ്റ്റ് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. അതായത് നമ്മളിപ്പോൾ അച്ചാറാണ് ഇടുന്നതെങ്കിൽ ആ അച്ചാർ ഒരു പ്രാവശ്യം വാങ്ങിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാലാണല്ലോ അത് പിന്നെ വാങ്ങുക. അപ്പോൾ അവർ ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയായിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുക. അതുകൊണ്ട് എല്ലായ്പ്പോഴും നമ്മൾ ആക്കുമ്പോഴും സെയിം ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പാക്ക് ചെയ്യുമ്പോഴൊക്കെ, കൊറിയർ ചെയ്യുമ്പോഴും നല്ല പാക്കിങ് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇക്കോ ഫ്രണ്ട്ലി പാക്കിംഗ് ഒക്കെ കൊടുക്കാം. അതാകുമ്പോൾ കുറേ കസ്റ്റമേഴ്സിന് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ആദ്യം തന്നെ ബിസിനസ്സിലോട്ട് തിരിയുമ്പോൾ ഒത്തിരി ലാഭം എടുക്കാതെ നമ്മുടെ അടുത്തുള്ള സെയിം പ്രൊഡക്റ്റിൻ്റെ പ്രൈസൊക്കെ ഒന്ന് നോക്കാം. അതിനുശേഷം മാത്രം നമ്മൾ ലാഭം എടുക്കുക. ആദ്യം നമുക്ക് വലിയ ലാഭം എടുക്കാതെ ചെയ്യാം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുക, ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും മാർക്കറ്റിംഗ് ചെയ്യുക കേട്ടോ. കസ്റ്റമേഴ്സുമായിട്ട് നല്ല രീതിയിൽ കോണ്ടാക്റ്റ് വെക്കുക. കാരണം ഫുഡിനൊക്കെ എപ്പോഴും റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ആണല്ലേ, നമ്മുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെയും വരും. അതുകൊണ്ട് കസ്റ്റമേഴ്സായിട്ടൊരു നല്ല ബന്ധം കീപ്പ് ചെയ്യുക. ലാഭം മാത്രം ലക്ഷ്യമാക്കരുത്. നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസം അതുപോലെ തന്നെ ആരോഗ്യം അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നല്ല രീതിയിൽ കൊടുക്കുക. ഒരു പ്രാവശ്യം നമ്മുടെ ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഡാമേജ് ആയി പോയാൽ, അതായത് ഒരു നെഗറ്റീവ് അഭിപ്രായം വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതും ഫുഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യാം. ഒത്തിരി ആൾക്കാർ ഫുഡ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് ബിസിനസ്സിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു, ഇന്നലെ ആയിരുന്നു ട്രെയിനിങ് ഉണ്ടായിരുന്നത്. ഒത്തിരി ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിയമവശങ്ങൾ
എല്ലാ കാര്യങ്ങളും ഫുഡ് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റ്, ഓഫ്ലൈൻ, ഓൺലൈൻ മാർക്കറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ട്രെയിനിങ്ങിൽ അവൈലബിൾ ആണ് കേട്ടോ. 1999 ട്രെയിനിങ് ഫീ വരുന്നത്. അപ്പോൾ അടുത്ത ബാച്ച് ഇനി ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് ബിസിനസ് ചെയ്യണം, പക്ഷേ എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യണം, മാർക്കറ്റിംഗ് ഒന്നും അറിയില്ല, അതുപോലെ ഫുഡ് ബിസിനസ്സിനെ പറ്റി ഒന്നും അറിയില്ല, കുറേ ഡൗട്ടുകളുണ്ട്, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വന്നോളൂ കേട്ടോ. നിങ്ങളെ എല്ലാ ഡൗട്ടും നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ്. ലൈവ് ക്ലാസ്സും ഉണ്ടാവും, റെക്കോർഡഡ് സെക്ഷനും ഉണ്ടാവും. അപ്പോൾ എന്ത് ഫുഡും ആയിക്കോട്ടെ, നമുക്കിന്ന് ബിസിനസ് ചെയ്തിട്ട് നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളും നിങ്ങളെ സഹായിക്കാം.